ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം VS ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കറുമുറ കടിക്കുന്ന പരിപ്പുവട. അപ്പം എല്ലാവർക്കും പരിപ്പുവട ഇഷ്ടമാണ്. എന്തായാലും എന്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാ പരിപ്പുവട ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ കാണുന്ന കണ്ടോ, ഈ ഗ്ലാസ്സിനകത്ത് 2 ഗ്ലാസ് വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് 2 മണിക്കൂർ കുതിരാൻ വെച്ച് നല്ലോണം കഴുകി കുതിരാൻ വെച്ചിരിക്കുന്ന ഇത് നമുക്ക് തോരാനായിട്ട് ഇടാം. പരിപ്പ് ഇതിനകത്ത് അരിപ്പയ്ക്കകത്ത് തോരാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അത് കിടന്നങ്ങ് തോരട്ടെ. പരിപ്പ് വെള്ളം തോരുമ്പോഴത്തേന് നമുക്ക് അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ നമുക്ക് അരിഞ്ഞു വെക്കാം. അപ്പൊ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, സവാള ഇതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറുള്ളി ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് അരിഞ്ഞു വെക്കാം. നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഓരോന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ നമ്മള് പരിപ്പ് തോരാൻ വെച്ചതാണ്. നല്ലവണ്ണം തോർന്നിട്ടുണ്ട്. നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. തോർന്ന പരിപ്പ് നമ്മൾ മിക്സിക്കകത്തെടുത്തിട്ടേക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ ശകലം പരിപ്പെടുത്ത് മാറ്റുക കേട്ടോ. ഇതിലേക്ക് ഇടുക പരിപ്പ്. കാരണം പരിപ്പോടെ ഉണ്ടാക്കുന്ന സമയത്ത് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോഴത്തേന് നല്ല പരിപ്പോടെ കാണാനും ഭംഗിയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ട് ഇത്രയും പരിപ്പെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഒറ്റൊരു സ്പീഡിൽ 1 സ്പീഡിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 1 സ്പീഡിലിട്ടിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് അരഞ്ഞു പോകല്ല. പരിപ്പ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർക്കാം കേട്ടോ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. അപ്പം വെളുത്തുള്ളി വേണ്ടവർക്ക് 1-2 വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം. ഞാനിപ്പോ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് നല്ലവണ്ണം കുഴക്കാം. നല്ലവണ്ണം ഒന്ന് നല്ല കുഴച്ചെടുക്കുമ്പോഴാണ് ആ പരിപ്പുമായിട്ട് മുളകും ഉള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഇഞ്ചി ഞാൻ ഒരുപാട് പൊടിയായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. ചെറിയൊരു കഷ്ണമായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. കാരണം ഈ പരിപ്പോടെ തിന്നുമ്പോൾ ഇടയ്ക്ക് ഇഞ്ചി കടിക്കുന്ന നല്ല ടേസ്റ്റ് ആണ്. ഉപ്പ് നോക്കട്ടെ. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഒരേ വലിപ്പത്തിൽ നമുക്ക് ഉരുളകളാക്കിയിട്ട് നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കാം. ഇതിങ്ങനെ ഈവനായിട്ട് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പരിപ്പോടെ എല്ലാം ഒരേ ലെവലിൽ ഒരേ പരുവത്തിൽ കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഒന്ന് ചെറുത് ഒന്ന് വലിയത് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഇതുപോലെ ഉരുളകൾ ഉരുട്ടി വെക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. എത്ര പരിപ്പോടെ 2 ഗ്ലാസ്സിൽ എത്ര പരിപ്പോടെ കിട്ടുമെന്നും അറിയാം. അതുപോലെ എല്ലാം പരിപ്പോടെ ഒരുപോലെ ഇരിക്കും കേട്ടോ. അപ്പൊ പരിപ്പോട ഉണ്ടാക്കാനുള്ള ഉരുളകളൊക്കെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ടോട്ടലി ആ 2 ഗ്ലാസ് പരിപ്പില് നമുക്ക് 20 ഉരുളകളാണ് കിട്ടിയേക്കുന്നത്. അപ്പം 20 പരിപ്പോട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായി കിടക്കുവാണ്. അപ്പൊ നമുക്ക് ഓരോ ഉരുളകൾ എടുത്ത് കൈ വെള്ളത്തിനകത്ത് മുക്കിയ ശേഷം ഇങ്ങനെ പരത്തുക. അപ്പം നടുഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കണ്ട, നേരത്തേനെ ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. ഇതാണ്. അപ്പൊ ഒരുപാട് തീ വേണ്ട പരിപ്പോട വേകാൻ വേണ്ടിയിട്ട്. ഒരുവിധം മീഡിയം തീക്കകത്തിട്ട് വേണം പരിപ്പോട മൊരിയിച്ചെടുക്കാനായിട്ട്.
അപ്പം നമ്മുടെ പരിപ്പുവട ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോരിയെടുക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് പരിപ്പുവടയും കോരിയട്ടോ. അപ്പം പരിപ്പുവട ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ല, നല്ല ചൂട് പരിപ്പുവടയാണ്. അപ്പം ചൂട് കട്ടൻ ചായ, ഒരു പരിപ്പുവട ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവടയാണ്. സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ക്രിസ്പിയാണ്. ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയാണ്. പാകത്തിന് എരിവും എല്ലാം പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാരും പരിപ്പുവട ഉണ്ടാക്കുമ്പോ ഈ ചേരുവ തന്നെയാണ് ചേർക്കുന്നത്. പക്ഷെ എന്തോ ഒരു പ്രത്യേകത ഈ പരിപ്പുവടയ്ക്ക്, അതെല്ലാരും പറയാറുണ്ട് കേട്ടോ. നല്ല ചൂട് കടുചായ്ക്ക്, നല്ല ചൂട്. പരിപ്പുവടയ്ക്കും നല്ല ചൂടുണ്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് പരിപ്പുവട ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് പരിപ്പുവട ഉണ്ടാക്കുന്ന ഇതുപോലെ ഒന്നും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പരിപ്പുവട ആരെങ്കിലും നമ്മുടെ വീട്ടില് സ്വന്തം ബന്ധക്കാരോ വിരുന്നാരോ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് പരിപ്പുവട തന്നെയായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.